ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. CSI സഭ ഒരു നോമ്പ് ആചരണത്തിലേക്ക് പ്രവേശിക്കുന്ന ദിനമാണല്ലോ ഇന്ന്. ഈസ്റ്റേൺ ചർച്ചസ് ഈ കഴിഞ്ഞ ഞായറാഴ്ച നോമ്പ് ആരംഭിച്ചപ്പോൾ ആംഗ്ലിക്കൻ ചേർച്ച് അതിനുശേഷം വരുന്ന ബുധനാഴ്ചയാണ് നോമ്പാചരണം ആരംഭിക്കുന്നത്. എന്താണ് നോമ്പ്? എന്തിനു വേണ്ടിയാണ് നോമ്പ് ആചരിക്കേണ്ടത്? ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണല്ലോ ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് എല്ലാറ്റിനെയും എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നൊരു ലോകത്തിൽ എന്താണ് ലക്ഷ്യമെന്നും എന്താണ് ഉദ്ദേശമെന്നും അറിയേണ്ടത് ഏറെ ആവശ്യമാണ്. യഹോവയായ ദൈവം ഇസ്രായേൽ ജനതയോട് ആവശ്യപ്പെട്ട നടപ്പിലാക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു കാര്യം കൂടിയാണിത്. എന്തിനു വേണ്ടി നോമ്പാചരിക്കണം? നോമ്പാചരണത്തിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ഒരു ആത്മീക തലം. ആത്മീകമായ ശക്തീകരണം പ്രാപിക്കുന്നതിന്, പുതുക്കം പ്രാപിക്കുന്നതിന് ഈ നോമ്പാചരണം ഏറെ അത്യാവശ്യമാണ്. രണ്ട്, നമ്മുടെ ശാരീരികമായ ശുദ്ധീകരണം. അപ്പോൾ ആത്മീകമായ ശുദ്ധീകരണം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ശാരീരികമായ ശുദ്ധീകരണം, വർജനം അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇത് രണ്ടും ഏറെ പ്രാധാന്യമേറിയതാണ്. എന്തായിരിക്കണം നോമ്പ്? യോവൽ പ്രവചനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. നോമ്പാചരണം ദൈവത്തോട് അടുത്തു വരുന്നതിനുള്ള ഒരാഹ്വാനമാണ്. എങ്ങനെ അടുത്തു വരണം? അവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് പുറമേയുള്ള ചില ആചാര അനുഷ്ഠാനങ്ങളല്ല, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി മാത്രമുള്ളതല്ല, പിന്നെയോ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന്, അഥവാ നമ്മുടെ ഹൃദയത്തിൽ നിന്നുടലെടുക്കുന്ന ഒരു തീരുമാനം. എന്ത് തീരുമാനം? തെറ്റുകളെ തിരുത്തുവാൻ, ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, എവിടെയൊക്കെ പരാജയപ്പെട്ടു പോയി, എവിടെയൊക്കെ ബലഹീനതകൾ സംഭവിച്ചു എന്ന് കണ്ടെത്തി അവയെ ദൈവവുമായുള്ള ബന്ധത്തിൽ തിരുത്തുവാൻ, പുനഃക്രമീകരിപ്പാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നതാണ് നോമ്പ്. ആ അർത്ഥത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഈ വർഷത്തെ നമ്മളുടെ ചിന്താവിഷയം ഏറെ പ്രസക്തമാണ്. റെസ്റ്റോറേഷൻ, യഥാസ്ഥാപനം, പുനഃസ്ഥാപനം എന്നൊക്കെ നമുക്ക് പറയുവാൻ സാധിക്കും. പരാജയപ്പെട്ടു പോയ മേഖലയിൽ നിന്ന്, പിന്മാറിപ്പോയ മേഖലയിൽ നിന്ന് ഒരു പുനഃസ്ഥാപനത്തിന് നമ്മളെ ആഹ്വാനം ചെയ്യുന്നതാണ് നോമ്പ്. നമ്മൾ കുറെ കൂടെ വ്യക്തതയോടെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഥാസ്ഥാപനത്തിലൂടെ അഥവാ റെസ്റ്റോറേഷനിലൂടെ സംഭവിക്കുന്നത് ഒരു പുതിയ ഹൃദയത്തിൻ്റെ അനുഭവമാണ്. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. 26-ാം വാക്യത്തിൽ വായിക്കുന്നു: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. എബ്രായ ഭാഷയിലുള്ള ഹദാഷ്, എ ന്യൂ ഹാർട്ട്, ഒരു പുതിയ ഹൃദയം എന്നതിന് ഉപയോഗിക്കുന്ന പദമാണ്. എന്താണ്? അല്പം കൂടെ വ്യക്തതയോടെ ചിന്തിച്ചാൽ, റിപ്പയർ ചെയ്ത ഒരു ഹൃദയത്തെ പറ്റിയല്ല, അഥവാ കേടുപാടുകൾ പോക്കിയൊരു ഹൃദയത്തെ പറ്റിയല്ല പറയുന്നത്, പിന്നെയോ ഒരു പുതിയ ഹൃദയം. യെഹെസ്കേൽ പ്രവചനം നമ്മെ പഠിപ്പിക്കുന്നത് അതാ. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ കണ്ടു: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും.
അപ്പോൾ ഈ നോമ്പുകാലം ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിതത്തെ പുതുക്കുന്ന, മാറ്റി എഴുതുന്ന ഒരനുഭവമായി മാറട്ടെ. എവിടെയൊക്കെയാണ് നമുക്ക് നോമ്പിൽ ജീവിതത്തിൽ തിരുത്തൽ വരുത്തേണ്ടത്? 3 മേഖലകളിലെ തിരുത്തലുകൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞാനും എൻ്റെ വിശ്വാസ സമൂഹവുമായി, അഥവാ ഞാൻ ഉൾക്കൊള്ളുന്ന ഈ സമൂഹവുമായുള്ള ബന്ധത്തിൽ തിരുത്തലുകൾ വരുത്തേണ്ടത് ഏറെ ആവശ്യമാണ്. അതുമാത്രമല്ല, ആ ഒരു തിരുത്തൽ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഞാനും എൻ്റെ ദൈവവുമായുള്ള ബന്ധം യഥാസ്ഥാനപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ദൈവവും ഞാനുമായുള്ള ബന്ധം യഥാസ്ഥാനപ്പെടുമ്പോൾ ഞാൻ ജീവിക്കുന്ന സമൂഹവുമായുള്ള ബന്ധം യഥാസ്ഥാനപ്പെടുത്തുന്നു. അതോടൊപ്പം ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിനെ, അഥവാ ഈ പ്രകൃതിയുമായുള്ള ബന്ധം യഥാസ്ഥാനപ്പെടുത്തുവാനും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് സാധിക്കേണ്ടതാണ്. ഈ നോമ്പാചരണം ജീവിതങ്ങളെ ശുദ്ധിയാക്കുന്ന, ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുന്ന, ദൈവവുമായുള്ള ബന്ധം, സമൂഹവുമായുള്ള ബന്ധം, ജീവിക്കുന്ന ചുറ്റുപാടുമായി പ്രകൃതിയുമായുള്ള ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നൊരനുഭവമായി മാറട്ടെ. ഇതിന് സമയം വേർതിരിപ്പാൻ നമുക്ക് സാധിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. അവിടെയാണ് നോമ്പാചരണത്തിൻ്റെ ഒരു ഭാഗമായി നാം കാണുന്ന വർജനത്തിൻ്റെ പ്രാധാന്യത. CSI സഭ ഒരിക്കലും വർജനം അടിച്ചേൽപ്പിക്കാറില്ല. പിന്നെയോ തീരുമാനത്തോടെ ആ ഒരു പ്രക്രിയയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ആ വർജനത്തിലൂടെ നമുക്ക് കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കും കൂടുതൽ സമയം വേദപുസ്തക പഠനത്തിനുമായി വേർതിരിപ്പാൻ നമുക്ക് സാധിക്കണം. ഈ വർഷത്തെ നോമ്പാചരണം മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥമായ ദൈവിക അവബോധത്തോടെ ജീവിപ്പാൻ ഉപകരിക്കുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവാൽ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, പാപവും ബലഹീനതകളുമുള്ള ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം പലതുകൊണ്ടും അങ്ങയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഒരു വലിയ നോമ്പിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ ശോധന ചെയ്യുവാൻ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളെ വിലയിരുത്തുവാൻ ഞങ്ങളെ നീ പ്രാപ്തിപ്പെടുത്തണമേ. ഈ വലിയ നോമ്പിൻ്റെ ദിനങ്ങൾ ദൈവിക വചന പഠനത്തിൻ്റെ, ധ്യാനത്തിൻ്റെ, ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുന്നതിൻ്റെ അനുഭവമാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.